യഥാർത്ഥത്തിൽ ആരാണ് യേശു? യേശു ദൈവത്തിന്റെ സന്ദേശവുമായി ഇസ്രായേൽ മക്കളെ സത്യത്തിന്റെ സൽപന്താവിലേക്ക് ആനയിക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു പ്രവാചകനാണ്, ശക്തനായ ദൂതനാണ്. ആ യേശു ഒരിക്കലും നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, എന്നെ ആരാധിക്കൂ, എന്നോട് സഹായം തേടൂ എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് യേശു പറഞ്ഞത് എന്താണ്? മത്തായി സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനത്തിൽ തന്നെ കാണാം, എന്നോട് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവനത്ര അവന്റെ രാജ്യമായ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ യേശുവിനെ ഏറ്റവും നല്ല രൂപത്തിലാണ് പരിചയപ്പെടുത്തി തരുന്നത്. ആരായിരുന്നു ഈസാ നബി അലൈഹി സ്വലാം? ആരായിരുന്നു യേശു ക്രിസ്തു? ഇസ്രായേൽ സന്തതികളിലേക്ക് കടന്നു വന്ന ശക്തനായ പ്രവാചകൻ. എന്താണ് യേശു ക്രിസ്തു ജനങ്ങളോട് പറഞ്ഞത്? ഈസാ നബി അലൈഹി സ്വലാം ജനങ്ങളോട് പ്രഖ്യാപിച്ചത് എന്താണ്? ഖുർആനിന്റെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആലു ഇമ്രാനിന്റെ 51-ാമത്തെ വചനത്തിലും 19-ാം അധ്യായം സൂറത്ത് മറിയമിന്റെ 36-ാമത്തെ വചനത്തിലും കാണാം, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദുഹു ഹാദാ സിറാത്തും മുസ്തഖീം. തീർച്ചയായും അല്ലാഹു എന്റെയും നിങ്ങളുടെയും രക്ഷിതാവാണ്, അതുകൊണ്ട് അവനെ മാത്രം നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുക, ഇതാകുന്നു നേരായ മാർഗമെന്ന്. കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് ഒരു പഠനത്തിന് വിധേയമാക്കണം. കാര്യങ്ങളെ കൃത്യമായി കൊണ്ട് ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ വിധേയമാക്കണം. അപ്പോൾ മനസ്സിലാകും ആരായിരുന്നു യഥാർത്ഥത്തിൽ യേശു എന്ന്. അതെ, യേശു ദൈവത്തിന്റെ ശക്തനായ പ്രവാചകനാണ്. യേശുവിനെയല്ല നമ്മൾ ആരാധിക്കേണ്ടത്, കന്യാമറിയമനെയോടല്ല നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, മുഹമ്മദ് നബിയോടല്ല നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്. മറിച്ച് അവരെല്ലാം സൃഷ്ടിച്ചു പരിപാലിച്ച് അവർക്കെല്ലാം വായുവെള്ളം നൽകുന്ന ഒരു ഏകനായ കർത്താവുണ്ട്, ദൈവമുണ്ട്, അള്ളാഹു. അവനെ മാത്രമേ നിങ്ങൾ വിളിച്ചു